നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലഹരി വിരുദ്ധ ഭാരതം പടുത്തുയർത്താൻ ശ്രമം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 29 കള്ളക്കടത്തുകാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തുവെന്നും യുവാക്കളെ ഇതിൽ വലിച്ചിഴക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട്. മാർച്ച് 26-നാണ് പരീക്ഷകൾ അവസാനിക്കുക. വിദ്യാർത്ഥികൾക്ക് മന്ത്രി V. ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനും സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്ഥലം കണ്ടെത്തി കഴിഞ്ഞെന്നും സർക്കാർ തീരുമാനത്തിന് കുറെ കാത്തുനിന്നെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. റമദാനു ശേഷം വീടുകളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത വേനൽ മഴയിൽ അരുവിക്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതിനാൽ ഉച്ചകഴിഞ്ഞ് 3:30 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിൻ്റെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയത്തും ചോരാത്ത സമരവീര്യവുമായി ആശാവർക്കർമാർ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപാളിൻ ഉയർത്തിപ്പിടിച്ചാണ് സമരം ചെയ്യുന്ന പ്രവർത്തകർ നിന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് കാണിച്ച് പോലീസ് ടാർപാളിൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിയും സമരക്കാർ പറഞ്ഞു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്തു. ആശാവർക്കർമാർക്ക് നേരെ ഗൂഢശ്രമങ്ങൾ ഉണ്ടാകാതെ കരുതൽ കണ്ണുവേണകൾ വേണമെന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കാനാണ് സമരപ്പന്തൽ മറച്ചുകെട്ടിയ ടാർപാളിൻ ഷീറ്റ് പോലീസ് എടുത്തു മാറ്റിയതെന്നും പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിപ്പിക്കുന്നതാണിതെന്നും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പറഞ്ഞു. പാവപ്പെട്ട സഹോദരിമാർ മഴ നനഞ്ഞിരിക്കട്ടെ എന്നതാണ് ഇവരുടെ ചിന്തയെന്നും അത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും മഴയും നനഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ അസുഖം പിടിച്ചെങ്കിലും സമരത്തിൽ നിന്ന്